കേരള ബ്ലാസ്റ്റേഴ്സ് തങ്ങളുടെ ആദ്യ വിദേശ താരമായിട്ടുള്ള, അതായത് 2025-26 സീസണിന് വേണ്ടി ആദ്യ വിദേശ താരമായിട്ട് ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത് കോൾദോ ഒബേറ്റ എന്ന് പറയുന്ന സ്ട്രൈക്കർ തന്നെയായിരുന്നു. അദ്ദേഹത്തിനെ എത്തിച്ചിട്ടുണ്ടായിരുന്നത് ജീസസ് ജിമിനസ് എന്ന് പറയുന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ മുൻ സ്ട്രൈക്കറിന് പകരക്കാരനായിട്ടാണ്. സോ ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സ് സൈനിങ് നടത്തുമോ എന്നൊരു സംശയം നിലവിൽ ആരാധകർക്കുണ്ട്. കാരണം ബ്ലാസ്റ്റേഴ്സ് വളരെയധികം വൈകിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ 4ാം വിദേശ താരത്തിൻ്റെ സ്പോട്ട് നിലവിൽ ഉറപ്പിച്ചിരിക്കുന്നത്. ഇനിയും 2 വിദേശ സ്ലോട്ടും കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൽ ഫില്ലപ്പ് ചെയ്യാനായിട്ടുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അറ്റാക്കിംഗ് സ്ട്രക്ചറിൽ ഒരു സാധാരണ നമ്മൾ കണ്ടുവരുന്നത് 2 സ്ട്രൈക്കറെങ്കിലുമാണ്. സോ അതിനാൽ തന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കറും കൂടി ഉറപ്പായും ബ്ലാസ്റ്റേഴ്സ് ടീമിൽ ഇനിയും എത്തുവാനായിട്ടുള്ള സാധ്യതകൾ നമുക്ക് കാണുവാനായിട്ടുണ്ട്. പോരാത്തതിന് കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ബ്ലാസ്റ്റേഴ്സ് നിലവിൽ സൈൻ ചെയ്യുവാനായിട്ട് സാധ്യതയുള്ള ഒരു 4 ഇന്ത്യൻ താരങ്ങളെക്കുറിച്ചുള്ള ഒരു റിപ്പോർട്ട് നിലവിൽ പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു താരങ്ങളെക്കുറിച്ചുള്ള റൂമർ അടിസ്ഥാനത്തിലുണ്ടായിരുന്നത്, അതായത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമെന്ന തരത്തിൽ റൂമർ അടിസ്ഥാനത്തിൽ നേരത്തെ വാർത്തകൾ നിലവിൽ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ആ ഒരു വാർത്തകളൊക്കെ തന്നെ നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടായിരുന്നതാണ്. സോ ഈ ഒരു ലിസ്റ്റിലുള്ള 4 താരങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കി വരാം. ഈ ഒരു ലിസ്റ്റിൽ ആദ്യത്തെ താരം എന്ന് പറയുന്നത് ഫാറൂഖ് ചൗധരിയാണ്. നിലവിൽ ചെന്നൈയിൻ FC വേണ്ടിയാണ് ഇദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. ഇദ്ദേഹം നിലവിലൊരു ഫ്രീ ഏജൻ്റ് ആണ്. പോരാത്തതിന് അതായത് ബ്ലാസ്റ്റേഴ്സിന് സൈൻ ചെയ്യുവാനായിട്ട് പറ്റും ഇദ്ദേഹത്തെ. പോരാത്തതിന് ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുമ്പോൾ ഫാറൂഖ് ചൗധരി മുൻ ബ്ലാസ്റ്റേഴ്സ് താരം കൂടിയാണ്. സോ അതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സുമായിട്ടൊരു നേരത്തെ തന്നെ ഒരു ടച്ചപ്പ് ഉള്ള ഒരു താരമാണ് ഈ ഒരു ഫാറൂഖ് ചൗധരി എന്ന് എടുത്ത് പറയേണ്ടതാണ്. പിന്നീട് ഈ ലിസ്റ്റിലുള്ള മറ്റൊരു താരം എന്ന് പറയുന്നത് പദം ഛേത്രിയാണ്. ഇദ്ദേഹത്തെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ മുഹമ്മദൻ SCയുടെ ഗോൾ കീപ്പറാണ്. മുഹമ്മദൻ SCയെക്കുറിച്ച് നോക്കുമ്പോൾ ഒരു ബാൻ വരെ നേരിടേണ്ടി വരുന്ന ഒരു സിറ്റുവേഷനിലേക്കൊക്കെയാണ് പോകുന്നതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. സോ ആ ഒരു സാഹചര്യത്തിൽ അവരുടെ താരങ്ങളെല്ലാം തന്നെ ഫ്രീ ഏജൻ്റ് ആകുവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. സോ അതിനാൽ തന്നെ ഇദ്ദേഹത്തെയും ബ്ലാസ്റ്റേഴ്സിന് എത്തിക്കുവാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സ് ഓൾറെഡി തന്നെ ഒരു ഗോൾ കീപ്പറിനെ ആഷ് അൻവർ ഷെയ്ഖ് എന്ന് പറയുന്ന ഗോൾ കീപ്പറിനെ ബ്ലാസ്റ്റേഴ്സ് നേരത്തെ തന്നെ സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പിന്നീട് സച്ചിൻ സുരേഷ് ഉണ്ട്. അതിന് പുറമെ മറ്റൊരു 2 ഗോൾ കീപ്പർമാർ കൂടി കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീമിലുണ്ട്. സോ പദം ഛേത്രിയെ കൊണ്ടുവരുമോ എന്ന തരത്തിലുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. പോരാത്തത് ഈ ലിസ്റ്റിലുള്ളത് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ 2 പ്രതിരോധ നിര താരങ്ങളെക്കുറിച്ചാണ്. ഈ ലിസ്റ്റിലെ അതായത് ഈ ലിസ്റ്റിലെ 3ാമത്തെ താരം എന്ന് പറയുന്നത് ലാംറുവാലത്തെയാണ്. ഇദ്ദേഹത്തെക്കുറിച്ചും നേരത്തെ തന്നെ വാർത്തകളൊക്കെ തന്നെ റിപ്പോർട്ടായിട്ട് പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. ഈ ലിസ്റ്റിലെ 4ാമത്തെ താരമായിട്ട് തന്നെ വരുന്നത് ഹാംഷിങ്ങിനെ കുറിച്ചാണ്. അതായത് ഇദ്ദേഹത്തെക്കുറിച്ചും, അതായത് ചർച്ചിൽ ബ്രദേഴ്സിൻ്റെ 2 ഡിഫൻഡേഴ്സാണ് ഇവർ, ലാംറുവാലത്തെയും അതുകൊണ്ട് തന്നെ ഹാംഷിങ്ങും. ഇവർ 2 പേരും നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നതാണ്. സോ അതുമായി ബന്ധപ്പെട്ടും ഒരു വ്യക്തത നിലവിൽ ലഭിക്കേണ്ട സാഹചര്യമാണ് ഉള്ളത്. സോ കേരള ബ്ലാസ്റ്റേഴ്സ് ഇനിയും സൈനിങ് നടത്തുവാനായിട്ടുള്ള സാധ്യതകളാണ് ഏറ്റവും അധികം കൂടുതലുള്ളതെന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു ഇനിയും നല്ല സ്ലോട്ടുകൾ ഫില്ലപ്പ് ചെയ്യുവാനായിട്ട് ബ്ലാസ്റ്റേഴ്സിലുണ്ട്. ഈ ഒരു ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു അറ്റാക്ക് അല്ലെങ്കിൽ ഒരു നല്ലൊരു ഗെയിമിംഗ് സ്ട്രക്ചർ വ്യക്തമായി വരുവാനായിട്ട് പോകുന്ന സീസണിൽ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇനിയും നല്ല താരങ്ങളെ സൈൻ ചെയ്യുക തന്നെ വേണം. പോരാത്തതിന് ബ്ലാസ്റ്റേഴ്സിന് ഇനിയും താരങ്ങളെ സൈൻ ചെയ്യുവാനായിട്ട് സാധിക്കുമെങ്കിൽ പോലും അതിനെല്ലാം ഒരു ലിമിറ്റേഷൻ ഉണ്ട്. കാരണം ഫ്രീ ഏജൻ്റ് ആയിട്ടുള്ള താരങ്ങളെ മാത്രമേ സൈൻ ചെയ്യുവാനായിട്ട് നിലവിൽ ബ്ലാസ്റ്റേഴ്സിന് സാധിക്കുകയുള്ളൂ. പക്ഷേ നിലവിൽ ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തിട്ടുള്ള അമീർ ആണവടെ ആവട്ടെ, ഇവരെ പോലുള്ള നല്ലധികം എക്സ്പീരിയൻസ് ഉള്ള ISL തന്നെ കളിച്ച എക്സ്പീരിയൻസ് ഉള്ള താരങ്ങൾ ഉള്ളതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന് അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുമെന്നൊരു കാര്യം ഉറപ്പാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ഒരു വരുവാനായിട്ട് പോകുന്ന ഒക്ടോബർ 30-ാം തീയതിയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം രാജസ്ഥാൻ FCക്കെതിരെ, അതായത് ഐ ലീഗ് ടീമായിട്ടുള്ള രാജസ്ഥാൻ FCക്കെതിരെ കളിക്കുവാനായിട്ട് പോകുന്നത്. സോ അതിനു മുമ്പായിട്ട് തന്നെ ഇനിയും സൈനിങ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. എസ്പെഷ്യലി ഇന്ത്യൻ താരങ്ങളുടെ സൈനിങ്. പിന്നീട് വിദേശ താരങ്ങളെക്കുറിച്ചും നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അതായത് ഇനിയും 2 സ്ലോട്ട് ഉള്ളതിനാൽ തന്നെ ബ്ലാസ്റ്റേഴ്സ് പെട്ടെന്ന് ചാടിക്കയറി 2 വിദേശ താരങ്ങളുടെ സ്ലോട്ട് ഫില്ലപ്പ് ചെയ്യുമോ അതോ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയ്ക്ക് വേണ്ടി കാത്തിരിക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയേണ്ടതാണ്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ബ്ലാസ്റ്റേഴ്സിന് ഒരു മികച്ച പഠനം തന്നെ വരുവാനായിട്ട് പോകുന്ന സൂപ്പർ കപ്പിൽ കാഴ്ചവെക്കുവാനായിട്ട് സാധിക്കട്ടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്.